ഡൊണാൾഡ് ട്രംപിന്റെ വിരട്ടലും വിലപേശലും ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ല റഷ്യയും ചൈനയും. ഇന്ത്യയോട് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട്, അതായത് റഷ്യൻ എണ്ണ വാങ്ങിയാൽ US താരിഫ് ഉൾപ്പെടെ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയിലെ ഒരു സെനറ്റർ, റിപ്പബ്ലിക്കൻ സെനറ്ററായ ലിൻഡ്സേ ഗ്രഹാം പറഞ്ഞിരിക്കുന്നത്, ഡൊണാൾഡ് ട്രംപ് ചില കടുത്ത നടപടികളിലേക്ക് കടന്നാൽ അത് ഇന്ത്യക്കും റഷ്യയ്ക്കുമൊന്നും താങ്ങത്തില്ല എന്നുള്ള രീതിയാണ്. ഇതൊന്നും കണ്ട് ഭയക്കുന്നവരല്ല ഈ രാജ്യമൊന്നും. പ്രത്യേകിച്ചും ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഉക്രൈൻ റഷ്യ പോരാട്ടവുമായി ബന്ധപ്പെട്ട സാഹചര്യം യൂറോപ്യൻ യൂണിയന് കൂടുതൽ സമ്മർദ്ദം വരുന്നു. നമുക്കറിയാം, നിരവധിയായ ഘട്ടങ്ങളിൽ റഷ്യ വലിയ തോതിൽ ഇന്ത്യയുടെ സഹായം വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ എല്ലാ തരത്തിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. റഷ്യ യുക്രൈൻ പോരാട്ടത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ എതിർപ്പായിരുന്നു. യൂറോപ്യൻ യൂണിയനും വലിയ ചോദ്യങ്ങളുമായി വന്നപ്പോൾ ഇന്ത്യ പറഞ്ഞത് പോയി പണി നോക്കാനാണ്. എന്നാൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യ കടന്നു തന്നെ ചിന്തിക്കുകയാണ്. യുദ്ധമെങ്കിൽ യുദ്ധം, അമേരിക്ക ആയാലും ശരി, ഏത് രാജ്യമായാലും ശരി, ഞങ്ങളുടെ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കോലാഹലം ഉണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ, ഞങ്ങളുടെ ഉപജീവന വഴികളെ, ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ വഴിമുട്ടിക്കാൻ, അതിന് തടസ്സം നിൽക്കാനാണ് ശ്രമമെങ്കിൽ അതിന് മറുപടി എന്താണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി അറിയാം എന്നുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ നീങ്ങുന്നത്. നമുക്കറിയാം, ചൈനയുമായി US-നുണ്ടായിട്ടുള്ള നിരന്തരമായ ട്രേഡ് വാർ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സാമ്പത്തിക ശക്തിയായി US-ന്റെ മേളിലേക്ക് ഒരിക്കലും ഒരു കാലത്തും ഒരു രാജ്യവും കുതിക്കാതിരിക്കാനുള്ള അമേരിക്കയുടെ ബോധപൂർവമായ ശ്രമമാണിതൊക്കെ. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും US-നെ വാൺ ചെയ്തിട്ടുള്ളത്. ലോക പോലീസാകാൻ നോക്കണ്ട, സ്വന്തം സുസ്ഥിരമായ വികസനത്തിന് വേണമെങ്കിൽ ലക്ഷ്യമിട്ടോളൂ, അതിൻ്റെ പേരും പറഞ്ഞ് കയറി മേഞ്ഞു കളയാം എന്നുള്ള വിചാരം ട്രംപ് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നാൽ മതി. ഇത് കാലം വേറെയാണ്, ഇത് 21-ാം നൂറ്റാണ്ടാണ്. ഇനി ഈ ഭീഷണിയുമായി വരരുത് എന്നുള്ളത് വളരെ സൗമ്യമായി തന്നെ പല രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്നു. അതിൽ റഷ്യ കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഉക്രൈനുമായിട്ടുള്ള പോരാട്ടം വിട്ടുകൊടുക്കാൻ കഴിയില്ല. ആ പോരാട്ടം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം തന്നെയാണ്. എന്നാൽ അവിടെ കുറച്ചുകൂടി ശക്തമാകുന്ന രീതിയിൽ റഷ്യയ്ക്ക് പരിപൂർണമായ പിന്തുണ നൽകാൻ ഇന്ത്യ ചേരിചേരാ നയങ്ങളുടെ ഭാഗമായതുകൊണ്ട് തന്നെ ശ്രമിക്കില്ലെങ്കിൽ പോലും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും റഷ്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തിരിച്ചും പരിപൂർണമായ സഹായം, എണ്ണ വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ എല്ലാ രീതിയിലും റഷ്യയുടെ കാര്യത്തിൽ പരിപൂർണമായി സമ്മതിച്ചുകൊണ്ട് തന്നെ നീങ്ങുമ്പോഴും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കുറച്ചുകൂടി പ്രതിരോധ കാര്യങ്ങളിൽ ശക്തമായി നീങ്ങുകയാണ്. ഉക്രൈനെ തകർക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉക്രൈൻ്റെ ഈ പറയുന്ന അവിടുത്തെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റഷ്യ എന്തുകൊണ്ട് വിലക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വളരെ ലളിതമാണ്. ഉക്രൈനെ മുന്നിൽ നിർത്തി എങ്ങനെയാണ് യൂറോപ്യൻ യൂണിയൻ ശിഖണ്ഡിയെ പോലെ ഉക്രൈനെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഉക്രൈനെ മുന്നിൽ നിർത്തിയാണ് യൂറോപ്യൻ യൂണിയൻ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. റഷ്യ ഒരു കാലത്തും അത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല.